നമസ്കാരം. KCN ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് ജില്ലയിൽ UDFന് ചരിത്ര വിജയം. CPIMന് സ്വന്തമായി MLA ഇല്ലാതാകുന്നത് ചരിത്രത്തിലാദ്യം. കാസർഗോഡ് ജില്ലയിൽ വിവിധയിടങ്ങളിൽ UDF വിജയാഹ്ലാദത്തിനിടെ സംഘർഷമുണ്ടായി. BJPയുടെയും CPMന്റെയും പാർട്ടി ഓഫീസുകളും സ്ഥാപനങ്ങളും ആക്രമിച്ചതായി പരാതി. വികസന മുരടിപ്പിനും ദുർഭരണത്തിനുമെതിരെയുള്ള ചരിത്ര വിജയമാണ് കാസർഗോട്ടതെന്ന് DCC പ്രസിഡന്റ് PK ഫൈസൽ. ഇത് UDFന്റെ കൂട്ടായ വിജയമെന്നും PK ഫൈസൽ. കാസർഗോട്ടും മഞ്ചേശ്വരത്തും BJP പരാജയപ്പെടുവാൻ കാരണം UDFന് LDF വോട്ട് മറിച്ചതിനാലാണെന്ന് ML അശ്വനി. ശക്തമായ പ്രവർത്തനങ്ങളുമായി ജനങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നും ML അശ്വനി. മഞ്ചേശ്വരത്ത് LDF UDFനെ സഹായിച്ചതാണ് പരാജയത്തിന് കാരണമായതെന്ന് K സുരേന്ദ്രൻ. 20,000-ലധികം വോട്ടുകൾ LDFന് കുറഞ്ഞുവെന്നും K സുരേന്ദ്രൻ. 6 പതിറ്റാണ്ട് കാലം CPM മാത്രം ജയിച്ചു വന്ന തൃക്കരിപ്പൂർ അസംബ്ലി മണ്ഡലത്തിൽ അട്ടിമറി വിജയവുമായി UDF 4,431 വോട്ടിന്റെ ഭൂരിപക്ഷം സ്വന്തമാക്കി സന്ദീപ് വാര്യർ. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ജില്ലയിൽ UDF ചരിത്ര വിജയം കരസ്ഥമാക്കിയപ്പോൾ CPIMന് സ്വന്തമായി MLA ഇല്ലാതാകുന്നത് ചരിത്രത്തിലാദ്യം. ജില്ല രൂപീകൃതമായതിനു ശേഷം ഇത് ആദ്യമായാണ് പാർട്ടിക്ക് ഇത്രയും വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നത്. കാസർഗോഡ് ജില്ലാ രൂപീകരണത്തിനു ശേഷം ആദ്യമായാണ് ഇവിടെ CPMന് ഒരു MLA പോലും ഇല്ലാതാകുന്നത്. കുത്തക മണ്ഡലങ്ങളെന്ന് കരുതിയിരുന്ന ഉദുമയും തൃക്കരിപ്പൂരും ഒരുമിച്ച് കൈവിട്ടത് CPMന് വലിയ ആഘാതമായി മാറി. കനത്ത തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്ന 1987 പോലും ഇളകാതെ കാത്ത മണ്ഡലമായിരുന്നു തൃക്കരിപ്പൂർ. കയ്യൂർ രക്തസാക്ഷികളുടെ സ്മരണ നിലനിൽക്കുന്ന തൃക്കരിപ്പൂർ പാർട്ടിയെ സംബന്ധിച്ച് ഏറെ വൈകാരിക ബന്ധമുള്ള മണ്ഡലം കൂടിയാണ്. ഉദുമയിൽ പിന്നോക്കം പോയാലും തൃക്കരിപ്പൂർ നിലനിർത്തുവാൻ കഴിയുമെന്നായിരുന്നു അവസാന നിമിഷം വരെയുള്ള പ്രതീക്ഷ. എന്നാൽ അപ്രതീക്ഷിതമായി 2 മണ്ഡലങ്ങളും നഷ്ടമായപ്പോൾ CPMനത് കടുത്ത തിരിച്ചടി തന്നെയായി മാറി. ഉദുമയിൽ 2016 K സുധാകരൻ മത്സരിച്ചപ്പോൾ സിറ്റിംഗ് MLA K കുഞ്ഞിരാമന്റെ ജനകീയത ഒന്നുകൊണ്ട് മാത്രമാണ് പിടിച്ചു നിന്നത്. 2019-ലും 2024-ലും രാജ്മോഹൻ ഉണ്ണിത്താൻ ലീഡ് നൽകിയിട്ടും CPM നേതൃത്വം ഉദുമയിൽ കാര്യമായി ശ്രദ്ധിക്കാത്തതിന്റെ ഫലമാണ് ഇപ്പോഴത്തെ തോൽവിയെന്നാണ് വിലയിരുത്തൽ. 3 MLAമാരും ഒരു MP-യുമായി ജില്ലയിൽ ഏറ്റവും വലിയ പാർട്ടിയായിരുന്നു ഒരു കാലത്ത് CPM. എന്നാൽ ആ അപ്രമാദിത്വം ഇന്ന് നഷ്ടമായിരിക്കുകയാണ്. മഞ്ചേശ്വരത്ത് കഴിഞ്ഞ തവണത്തേക്കാൾ 19,426 വോട്ടുകളാണ് കുറഞ്ഞത്. പോളിംഗ് കൂടിയിട്ടും ഉദുമയിൽ 4,601 തൃക്കരിപ്പൂരിൽ 4,695 വോട്ടുകളും ഇത്തവണ കുറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിലെ തകർപ്പൻ ജയത്തോടെ ആകെ വോട്ടുകളുടെ എണ്ണത്തിൽ ജില്ലയിൽ UDF LDFനേക്കാൾ 1 ലക്ഷത്തിലേറെ വോട്ടുകൾക്ക് മുന്നിലെത്തി. ജില്ലയിലെ 5 മണ്ഡലങ്ങളിലായി UDF 3,99,967 വോട്ടുകൾ നേടിയപ്പോൾ LDFന് ലഭിച്ചത് 2,90,551 വോട്ടുകളാണ്. UDF അധികമായി നേടിയത് 1,09,416 വോട്ടുകളാണ്. 8,84,501 വോട്ടുകളാണ് ഇക്കുറി പോൾ ചെയ്തത്. കഴിഞ്ഞ തവണ 6,506 വോട്ടുകൾക്ക് LDF ആയിരുന്നു ജില്ലയിൽ മുന്നിൽ. 33 വർഷം മുൻപത്തെ വിജയത്തിനു ശേഷം ജില്ലയിൽ പാർട്ടിക്ക് ഒരൊറ്റ MLA പോലുമില്ലാത്തതിന്റെ നിരാശ തീർക്കുന്ന പ്രകടനമാണ് കാസർഗോഡ് ജില്ലയിൽ ഇത്തവണ കോൺഗ്രസ് കാഴ്ചവെച്ചത്. ഉദുമയിലും തൃക്കരിപ്പൂരും CPMന്റെ കുത്തക സീറ്റുകൾ പിടിച്ചെടുത്ത് കോൺഗ്രസ് പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചെത്തുന്നതാണ് ഈ തെരഞ്ഞെടുപ്പിലെ കാഴ്ച. 1991 ശേഷം ജില്ലയിൽ ഒരൊറ്റ കോൺഗ്രസ് MLA പോലും ഉണ്ടായിട്ടില്ല. 1987 ഉദുമയിൽ KP കുഞ്ഞിക്കണ്ണനും കാഞ്ഞങ്ങാട്ട് N മനോഹരനുമാണ് ഒടുവിലത്തെ MLAമാർ. 1991 തെരഞ്ഞെടുപ്പിൽ LDF ഈ മണ്ഡലങ്ങൾ പിടിച്ചെടുത്തു. അതിനുശേഷം മത്സരിച്ച് തോൽക്കുക എന്നതായിരുന്നു കോൺഗ്രസിന്റെ പതിവ്. വലിയ തെരഞ്ഞെടുപ്പുകളിൽ സ്ഥിരം തോൽക്കുന്നവർ എന്ന പഴിയും ഈ തെരഞ്ഞെടുപ്പോടെ കോൺഗ്രസ് മാറ്റി. ഈ തെരഞ്ഞെടുപ്പിൽ UDFലെ പ്രധാന സഖ്യകക്ഷിയായ മുസ്ലിം ലീഗിന്റെ മികവ് എടുത്തു പറയേണ്ടതാണ്. മത്സരിച്ച 2ഇടത്തും വിജയം നേടുകയും ഉദുമയിലെയും തൃക്കരിപ്പൂരിലെയും UDF വിജയത്തിൽ നിർണായക സ്വാധീനം ചെലുത്തുവാനും മുസ്ലിം ലീഗിനായി. ഈ ആധിപത്യം UDF രാഷ്ട്രീയത്തിൽ മുസ്ലിം ലീഗിന്റെ മേധാവിത്വം ഒന്നുകൂടി അരക്കിട്ടുറപ്പിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിൽ വിവിധയിടങ്ങളിൽ UDF വിജയാഹ്ലാദത്തിനിടെ സംഘർഷമുണ്ടായി. BJPയുടെയും CPMന്റെയും പാർട്ടി ഓഫീസുകളും സ്ഥാപനങ്ങളും ആക്രമിച്ചതായാണ് പരാതി.
തൃക്കരിപ്പൂരിൽ തങ്കയം പാർട്ടി ഓഫീസ് ആക്രമിച്ച സംഭവത്തിൽ 13 യൂത്ത് ലീഗ് പ്രവർത്തകർക്കെതിരെ ചന്ദേര പോലീസ് കേസെടുത്തിട്ടുണ്ട്. രാവണീശ്വരത്ത് കളരിക്കാൽ ശ്രീ മുളവന്നൂർ ക്ഷേത്ര കുന്നത്ത് കടവ് പ്രാദേശിക കമ്മിറ്റി ഓഫീസും സമീപത്തുള്ള ഡിവൈഎഫ്ഐ ഓഫീസും മുസ്ലിം ലീഗ് പ്രവർത്തകർ വിജയാഘോഷത്തിന്റെ മറവിൽ അടിച്ചു തകർത്തതായാണ് പരാതിയുള്ളത്. UDF ആഹ്ലാദ പ്രകടനം കടന്നുപോയപ്പോൾ ആദ്യം കുപ്പിയേറുണ്ടായതായും ആരോപണമുണ്ട്. പിന്നീട് പൂച്ചക്കാട് അംഗൻവാടിക്കടുത്ത് BJP പ്രവർത്തകർ ഇരിക്കുവാനായി നിർമ്മിച്ച ഈ ഷെഡ് തന്നെ അടിച്ചു തകർത്തതായും പരാതിയുണ്ട്. സംഘർഷാവസ്ഥ പരിഗണിച്ച് നിലവിൽ സ്ഥലത്ത് പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വികസന മുരടിപ്പിനും ദുർഭരണത്തിനുമെതിരെയുള്ള ചരിത്ര വിജയമാണ് കാസർഗോട്ടതെന്ന് DCC പ്രസിഡന്റ് PK ഫൈസൽ. ജില്ല രൂപീകൃതമായതിനു ശേഷം ആദ്യമായാണ് CPIM-ന് ഒരു MLA പോലും ഇല്ലാത്ത സാഹചര്യമുണ്ടായത്. ഇത് UDF-ന്റെ കൂട്ടായ വിജയമെന്നും PK ഫൈസൽ. കേരളത്തിൽ UDF 102 സീറ്റുകൾ നേടി ചരിത്ര വിജയം നേടിയതിനു ശേഷമാണ് ഇന്നിപ്പോൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. കേരളം കഴിഞ്ഞ 10 വർഷക്കാലം കേരളത്തിലെ ജനതക്ക് ജനദ്രോഹ ഭരണം മാത്രം സമ്മാനിച്ച പിണറായി സർക്കാരിനെതിരെ ജനം വിധിയെഴുതുകയും തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ UDF-ന് 102 സീറ്റുകളോട് കൂടിയുള്ള വലിയ വിജയം കേരളത്തിലെ ജനത സമ്മാനിച്ചിരിക്കുകയാണ്. കാസർഗോഡ് ജില്ലയെ കുറിച്ച് പറയുമ്പോൾ കാസർഗോഡ് ജില്ലക്കകത്ത് UDF-നെ സംബന്ധിച്ചിടത്തോളം വലിയ ജനമുന്നേറ്റമാണ് UDF-നുണ്ടായിട്ടുള്ളത്. മഞ്ചേശ്വരത്തും അതുപോലെ തന്നെ കാസർഗോഡും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് വലിയ വോട്ടിന്റെ വ്യത്യാസത്തിലാണ് മഞ്ചേശ്വരത്തിന്റെ UDF-ന്റെ സ്ഥാനാർത്ഥി AKM അഷ്റഫ് അവറുകളായാലും കാസർഗോഡ് UDF-ന്റെ സ്ഥാനാർത്ഥി കല്ലട്ര മായനാജി സാഹിബായാലും വലിയ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചിട്ടുള്ളത്. പുതുമയിൽ നമുക്കറിയാം 1987 മുൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ മൺമറഞ്ഞുപോയ ശ്രീ KP കുഞ്ഞിക്കണ്ണൻ അവർ MLA ആയി വിജയിച്ചിട്ടുള്ളത്. അതിനുശേഷം CPM-ന്റെ MLA-മാരായിരുന്നു അവിടെ പ്രതിനിധീകരിച്ചിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ പുതുമയിൽ UDF-ന്റെ സ്ഥാനാർത്ഥി ശ്രീ K നീലകണ്ഠൻ
ചരിത്ര വിജയം നേടിയിരിക്കുകയാണ്. അതോടൊപ്പം തൃക്കരിപ്പൂർ ആ നിയോജക മണ്ഡലം രൂപീകൃതമായതിനു ശേഷം CPM-ന്റെ എം എൽ എമാരെ മാത്രം വിജയിച്ച ആ മണ്ഡലത്തിലാണ് സന്ദീപ് വാര്യർ ആ നിയോജക മണ്ഡലത്തിനകത്ത് അട്ടിമറി വിജയം നേടിയിട്ടുള്ളത്. ഈ വിജയത്തോടു കൂടി ഈ 5 നിയോജക മണ്ഡലത്തിൽ 4 നിയോജക മണ്ഡലങ്ങളും UDF വിജയിച്ച് ഒരു നിയോജക മണ്ഡലത്തിൽ മാത്രം കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലത്തിൽ LDF വിജയിച്ചു. അവിടെയും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് ഭൂരിപക്ഷം LDF-ന് വളരെ കുറഞ്ഞിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ MLA-മാർ ഇല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പായി ഈ ജില്ലയിൽ മാറിയിരിക്കുകയാണ്. കാസർഗോട്ടും മഞ്ചേശ്വരത്തും BJP പരാജയപ്പെടുവാൻ കാരണം UDF-ന് LDF വോട്ട് മറിച്ചതിനാലാണെന്ന് BJP ജില്ലാ അധ്യക്ഷ ML അശ്വനി. ശക്തമായ പ്രവർത്തനങ്ങളുമായി ജനങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നും വോട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നതായും ML അശ്വനി KCN ന്യൂസിനോട് പറഞ്ഞു. BJPക്ക് ഏറ്റവും കൂടുതൽ വിജയപ്രതീക്ഷയുണ്ടായിരുന്ന മണ്ഡലമായിരുന്നു കാസർഗോഡ് മണ്ഡലം. BJP ജില്ലാ അധ്യക്ഷയായ ML അശ്വിനിയാണ് ഇവിടെ BJPക്കായി ജനവിധി തേടിയത്. എന്നാൽ വോട്ടെണ്ണൽ കഴിഞ്ഞപ്പോൾ പരാജയപ്പെടുന്ന ഒരു അവസ്ഥയാണ് കാണുവാൻ വേണ്ടി സാധിച്ചത്. BJP ജില്ലാ അധ്യക്ഷയും അതേപോലെ തന്നെ സ്ഥാനാർത്ഥിയുമായ ML അശ്വിനി നമ്മോടൊപ്പം ചേരുകയാണ്. ഈ കാസർഗോഡ് മണ്ഡലം നിങ്ങൾ മികച്ചൊരു വിജയപ്രതീക്ഷ പുലർത്തിയ ഒരു മണ്ഡലമായിരുന്നു. എന്താണ് ഈ മണ്ഡലത്തിൽ സംഭവിച്ചത്? ഈ മണ്ഡലത്തിൽ സംഭവിച്ചത് ഒരു മുസ്ലിം കൺസോളിഡേഷൻ എന്ന് പറയാം. അതേപോലെ നമുക്ക് SIR നമുക്ക് തിരിച്ചടിച്ചതാണ്. നമുക്ക് മഞ്ചേശ്വരം പിന്നെ കാസർഗോഡിൽ നമ്മളെ വോട്ടേഴ്സാണ് ഇവിടുന്ന് മൈഗ്രേറ്റ് ആയിട്ട് പോയിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ ഒരു 8,000 അധികം വോട്ടേഴ്സാണ് ഇവിടുന്ന് മൈഗ്രേറ്റ് ആയിട്ട് പോയിട്ടുള്ളത്. അപ്പോൾ അത് BJPൻ്റെ വോട്ടേഴ്സാണ്. അങ്ങനെ അതും പോയി. അതേപോലെ നമുക്ക് ഇവിടെ മുസ്ലിം ലീഗിൻ്റെ അവർ തോൽക്കുമെന്ന് പേടിച്ചുകൊണ്ട് അവർ SIR-നെ നന്നായിട്ട് പ്രചരിപ്പിച്ചു. പൗരത്വം അടക്കം പോകും എന്നാണ് അവർ പേടിപ്പിച്ചത്. പിന്നെ അതേപോലെ അവർ ബോർഡറിലുണ്ടായ അന്യ സ്റ്റേറ്റിൻ്റെ ആൾക്കാരെ കൂടിക്കൊണ്ട് വന്നിട്ടായിട്ട് ഇവിടെ വോട്ട് ചേർത്തു, ഭയങ്കരമായിട്ട് വോട്ട് ചേർത്തു. അപ്പോൾ അതാണ് നമുക്കത് ഒരു തിരിച്ചടി അടിച്ചത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഫെയിലിയർ ആയിട്ടില്ല. നമ്മൾ ലാസ്റ്റ് ടൈം നമുക്ക് 50,000 വോട്ട് ഉണ്ടായിരുന്നു, 50,000+. അപ്പോൾ ആ വോട്ടിൽ നമ്മൾ SIR ആയിട്ട് നമ്മൾ വോട്ട് കുറഞ്ഞിട്ടുണ്ടെങ്കിലും പോലും ഈ പ്രാവശ്യം നമുക്കൊരു 53,000+ വോട്ട് ഉണ്ടാക്കാൻ പറ്റി. അപ്പോൾ വർധന എന്തെങ്കിലും ഉണ്ട്, വോട്ട് ഷെയർ വർദ്ധിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ തോറ്റതല്ല, നമ്മളെ തോൽപ്പിച്ചതാണ്. മീൻസ് ഇത് 2 മുന്നണികളും ഇവിടെ ഒറ്റക്കെട്ടായിട്ട് നിന്നത് കൊണ്ടാണ് നമുക്ക് പ്രശ്നങ്ങൾ വന്നത്. അല്ലെങ്കിൽ അവരവരുടെ വോട്ടുകൾ അവർ എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ BJP വിജയിക്കുമായിരുന്നു. INL മത്സരിച്ചിരുന്ന ഈ സീറ്റിൽ ഇത്തവണ ഷാനവാസ് പാദൂറിനെയാണ്, മുൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂരിനെയാണ് മത്സരിപ്പിച്ചത്. അപ്പോൾ ഷാനവാസ് പാദൂർ കൂടുതൽ UDF വോട്ട് പിടിച്ചു കഴിഞ്ഞാൽ BJP ജയിക്കുമെന്ന ഒരു പ്രചരണമാണ് ഉണ്ടായത്. ഈ ഷാനവാസ് പാദൂർ ഏതെങ്കിലും തരത്തിൽ BJPക്ക് ഭീഷണിയായോ? അങ്ങനെ ഒരാളും നമുക്ക് ഭീഷണി അല്ല. ബിക്കോസ് നമുക്ക് നമ്മളുടെ വോട്ടുകളുണ്ട്. ഇപ്പോൾ നമുക്ക് വ്യക്തമായിട്ടുള്ള വോട്ട് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആക്ച്വലി ഈ ഡെവലപ്മെൻറ്റിൽ ജനങ്ങൾ ഒരു ജനവിധി തേടുമ്പോൾ ഈ പ്രാവശ്യം ഇപ്പോൾ 48 കൊല്ലമായിട്ട് ഒരേ പാർട്ടീൻ്റെ 2 വ്യക്തികളാണ് ഇവിടെ വന്നിട്ടുള്ളത് MLA. അപ്പോൾ നമുക്ക് കഴിഞ്ഞ 11 കൊല്ലമായിട്ട് നിരവധി ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാൻ സാധിച്ചു. ഈ പ്രാവശ്യം BJP-നെ വിജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിരവധി ഡെവലപ്മെൻറ്റ് നമുക്ക് കൊണ്ടുവരാൻ ആയിരുന്നു. അപ്പോൾ ജനങ്ങളത് നന്നായിട്ട് സ്റ്റഡിയാക്കിയിട്ടായിട്ട് ഈ പ്രാവശ്യം BJP-നെ ജയിപ്പിക്കും എന്ന വിശ്വാസം നമുക്ക് ഉണ്ടായത്. പക്ഷെ അവർക്ക് ഡെവലപ്മെന്റ് അല്ല വേണ്ടത്, വർഗീയം മാത്രമാണ് നോക്കുന്നുള്ളത് പറഞ്ഞിട്ട് അവർ ഇപ്പോൾ ഈ ഇലക്ഷനിൽ കാണിച്ചു കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ വർഗീയം പിടിച്ചുകൊണ്ട് എത്ര സമയമാണ് ഇവിടെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും? ഒരു ദിവസം അവരുടെ മക്കളെ ഫേസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഇനിയായെങ്കിലും ജനങ്ങൾ ഒരു നന്നായിട്ടുള്ള ഡിസിഷൻ ഏറ്റെടുക്കണം. ബിക്കോസ് നമുക്ക് ഡെവലപ്മെന്റ് ആണ് ഇമ്പോർട്ടൻറ്റ്. നമ്മളെ നാട് നന്നാവണം. നമ്മളെ ഇവിടുന്ന് ആൾക്കാർ മൈഗ്രേറ്റ് ആയിട്ട് പോകുന്നതാണ്. ഒരു ദിവസം അവർക്കും അതേ സംഭവിക്കും. സോ ആ സംഭവിക്കാത്ത രീതിയിലാണ് നോക്കേണ്ടതാണ് മാത്രമാണ് ജനങ്ങളോട് പറയാനുള്ളത്. 4ാം തവണ ഭാഗ്യം പരീക്ഷിച്ച മണ്ഡലമാണ് K. സുരേന്ദ്രൻ. BJP മുൻ സംസ്ഥാന അധ്യക്ഷനായിരുന്നു. അപ്പോൾ ഈ മഞ്ചേശ്വരത്ത് എന്തായിരുന്നു സംഭവിച്ചത്? അവിടെ മുസ്ലിം കൺസോളിഡേഷനാണ് നടന്നത്. ബിക്കോസ് അവിടെ BJP-നെ എന്തെങ്കിലും തോൽപ്പിക്കണം എന്ന ഒറ്റ വാശിയാണ് അവർക്കുണ്ടായത്. അപ്പോൾ അവർ ഏകപക്ഷീയമായിട്ട് നിന്നത് എല്ലാവരും.
എല്ലാ മുന്നണികളും ഒറ്റക്കെട്ടായിട്ട് നിന്നതാണ്. SDP സ്ഥാനാർത്ഥി നിർത്തിയിട്ടായിട്ട് നോമിനേഷൻ കൊടുത്തിട്ടും നോമിനേഷൻ തിരിച്ച് എടുത്തു. അതേപോലെ കമ്മ്യൂണിസ്റ്റിക്ക് 40,000 വോട്ട് ഉണ്ടായിരുന്നു, നേരെ 20,000 വോട്ട് വന്നു. അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റിൻ്റെ വോട്ടും SDP വോട്ട് ഈ 30,000 വോട്ട് ഏറ്റെടുത്ത് കൊണ്ടാണ് ഇന്ന് അവിടെ അഷ്റഫ് ജയിച്ചിട്ടുള്ളത്. അപ്പോൾ BJP തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഏത് പക്ഷത്തിൻ്റെ പാർട്ടീൻ്റെ വോട്ട് ഞാൻ എടുക്കാൻ തയ്യാറാണെന്ന് ഇതേ AK അഷ്റഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്വയം ഇന്ന് അദ്ദേഹം ആത്മാവലോകനം ചെയ്യണം. മറ്റേ പാർട്ടീൻ്റെ വോട്ട് എടുത്തുകൊണ്ട് വിജയിച്ചത് അത് വിജയമല്ല, അത് അവരുടെ തോൽവിയാണ്. അവർ തോൽപ്പിച്ചതിൽ ഇന്ന് സന്തോഷം ഇതുണ്ടാവും, പക്ഷെ അത് കൂടെ നന്നായിട്ട് ദിവസം ഉണ്ടാവാൻ സാധിക്കുന്നില്ല. ജനങ്ങൾക്ക് തിരിച്ചറിയും. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ഒരു ദിവസം മഞ്ചേശ്വരത്തും BJP വരും. ഈ കാസർഗോഡ് മഞ്ചേശ്വരം മണ്ഡലത്തിൽ പരാജയപ്പെട്ടു കഴിഞ്ഞു. എങ്ങനെയായിരിക്കും ഇനിയുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട്? നമ്മൾ പരാജയപ്പെടുന്നത് ആദ്യമായിട്ടൊന്നുമല്ലല്ലോ. നമ്മൾ എപ്പോഴും ആ സീറോന്നാണ് നമ്മളിപ്പോൾ തുടങ്ങിയിട്ടുള്ളത്. അതേപോലെ നമ്മൾ എപ്പോഴും നമ്മൾ ജയിക്കുമെന്നാണ് വന്നിട്ടായിട്ട് നമ്മൾ തോൽക്കുന്നുള്ളത്. പക്ഷേ എന്നാലും നമ്മളെ ആത്മവിശ്വാസത്തിൽ നമ്മളെ പ്രവർത്തകന്മാർ ആത്മവിശ്വാസം ഒട്ടും കുറഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും നമ്മൾ എന്ത് പറയുന്നത്, കന്നഡത്തിലൊരു ഇതുണ്ട്, സോലെ ഗെലുവിന മെട്ടിലോന്ന്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് തന്നെ നമ്മൾ മുമ്പോട്ട് സ്റ്റെപ്പ് വെച്ചുകൊണ്ട് ഒന്നല്ല ഒരു ദിവസം നമ്മൾ ഇവിടെ നിന്ന് ജയിക്കും. എന്നാലും ഒരു 2 തവണ ജനവിധി തേടിയപ്പോൾ പരാജയം സംഭവിച്ചു. ഇനി കാസർഗോഡ് വീണ്ടും ഈ ലോക്സഭയായാലും നിയമസഭയായാലും മത്സരിക്കുവാൻ അവസരം കിട്ടിയാൽ മത്സരിക്കുമോ? അത് ഞാൻ തീരുമാനിക്കുന്നില്ല. പാർട്ടി എന്താണ് പറയുന്നത് പാർട്ടിക്ക് വിട്ടുകൊടുത്തതാണ്. ബിക്കോസ് നമ്മൾ ഒരു പ്രവർത്തനമാണ് നടത്തുന്നത്. ഞാൻ മുമ്പോട്ട് വെച്ച ഒരു സ്റ്റെപ്പ് ഞാൻ പിമ്പോട്ട് വെക്കുന്നില്ല. ഞാൻ ജനങ്ങളെ കൂടെ ഇവിടെ ഞാൻ തോൽവി ആയിട്ടുണ്ടെങ്കിലും ഞാൻ ഈ കാസർഗോഡ് കോൺസ്റ്റിറ്റ്യൻസിൽ തന്നെ നിന്നുകൊണ്ടും ഞാൻ ജനങ്ങളുടെ ഇടയിൽ വർക്ക് എടുക്കും. പിന്നെ പാർട്ടി എന്ത് പറയുന്നത് പാർട്ടിൻ്റെ ഇത് ഓർഡർ ഞാൻ അനുസരിക്കും. BJP ജില്ലാ അധ്യക്ഷയാണ്. അപ്പോൾ ഈ കേരളത്തിൽ 3 സീറ്റുകൾ BJP NDA തവണ നേടിയിരിക്കുന്നു. അതിനെക്കുറിച്ച് എന്താണ്? 0-3 MLA ഇന്ന് ഉണ്ട്. നമുക്ക് 140 മണ്ഡലത്തിലെ 137 MLA അവരായെങ്കിൽ നമുക്ക് ഈ 3 MLA മതിയാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് BJP കേരളത്തിലെ BJP വളർത്താൻ വേണ്ടിയിട്ട് നമുക്ക് തീർച്ചയായിട്ടും നെക്സ്റ്റ് ടൈം നമ്മൾ ഭരണം പിടിച്ചിട്ടുണ്ടാവും. എന്താണ് വോട്ടർമാരോട് എന്താണ് പറയാനുള്ളത്? എനിക്ക് തീർച്ചയായിട്ടും കാസർഗോഡ് കോൺസ്റ്റിറ്റ്യൻസിൽ എനിക്ക് 53,000 അധിക വോട്ടേഴ്സ്മാരാണ് വോട്ട് ചെയ്തിട്ടുള്ളത്. അവർക്ക് ഞാൻ ഈ ഒരു അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ്. എൻ്റെ മോൾ ഇത്ര വിശ്വാസം വെച്ചുകൊണ്ട് നിങ്ങൾ വോട്ട് ചെയ്തിട്ടുള്ളതാണ്. ഞാനും ഇതേപോലെ ഇവിടെ തന്നെ നിന്നുകൊണ്ട് ഞാൻ ഇവിടെ പ്രവർത്തിക്കും. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നുണ്ട്. എന്തായാലും അവിശുദ്ധ കൂട്ടുകെട്ടുൾപ്പെടെയുള്ള കാരണങ്ങളാണ് BJP പരാജയപ്പെടുവാൻ ഇടയാക്കിയതെന്നാണ് ML അശ്വിനി നമ്മോട് വ്യക്തമാക്കുന്നത്. 2 മണ്ഡലങ്ങളിൽ പരാജയപ്പെട്ടാലും BJP പൂർവാധികം ശക്തിയോടെ അടുത്ത വിജയത്തിനായുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകുമെന്നും ഇവർ വ്യക്തമാക്കുന്നു. ക്യാമറാമാൻ ഗണേഷ് പൈക്കയോടൊപ്പം ബൈജു രാവൺ, KCN ന്യൂസ്, കാസർഗോഡ്. മഞ്ചേശ്വരത്ത് LDF UDFനെ സഹായിച്ചതാണ് പരാജയത്തിന് കാരണമായതെന്ന് K സുരേന്ദ്രൻ. 20,000-ലധികം വോട്ടുകൾ LDFന് കുറഞ്ഞുവെന്നും രാഷ്ട്രീയത്തിനപ്പുറം ചില ശക്തികൾ തെരഞ്ഞെടുപ്പിൽ ഇടപെട്ടുവെന്നും K സുരേന്ദ്രൻ പറഞ്ഞു. സംസ്ഥാനത്ത് വലിയ മുന്നേറ്റമാണ് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നത്. അതിശക്തമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം UDFന് അനുകൂലമായി വലിയൊരു തരംഗമായി വന്ന സമയത്ത് പോലും BJP 3 സീറ്റുകളിൽ വിജയം കണ്ടു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. സാധാരണ നിലയിൽ ഭരണവിരുദ്ധ വികാരത്തിന്റെ പൂർണ്ണമായിട്ടുള്ള പ്രയോജനം പ്രധാന പ്രതിപക്ഷത്തിനാണ് ലഭിക്കുക പതിവ്. ഇത്തവണ അതിൽ നിന്ന് വ്യത്യസ്തമായി ജനങ്ങൾ ഒരു 3ാം ബദലിനും നല്ല നിലയിൽ പിന്തുണ നൽകി എന്നുള്ളതാണ് NDAയുടെ ഈ വിജയം കാണിക്കുന്നത്. വലിയ തോതിൽ സാമുദായിക ഏകീകരണത്തിന് ശ്രമം നടന്നു. ഈ തെരഞ്ഞെടുപ്പിലുടനീളം നമുക്ക് കാണാൻ സാധിച്ചത് അതാണ്. മഞ്ചേശ്വരത്തെ സംബന്ധിച്ച് കഴിഞ്ഞ പ്രാവശ്യം LDFന് കിട്ടിയ വോട്ടുകളിൽ 20,000-ഓളം വോട്ടുകൾ ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് നഷ്ടമായിരിക്കും. തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഘട്ടത്തിലും UDFനെ സഹായിക്കുന്ന നിലപാടാണ് അവർ സ്വീകരിച്ചത്. തെരഞ്ഞെടുപ്പ് ദിവസം ബൂത്തുകളിലെല്ലാം പോയിട്ടുള്ള മാധ്യമപ്രവർത്തകർക്കെല്ലാം അറിയാം LDFന്റെ യാതൊരു തരത്തിലുള്ള പ്രവർത്തനവും ബൂത്തുകളിൽ ഉണ്ടായിരുന്നില്ല. വോട്ടർമാരെ പോളിംഗ് ബൂത്തിലെത്തിക്കാനോ പോൾ ചെയ്യിക്കാനോ പുറത്തെ ബൂത്തുകളിൽ ആളെ ഇരുത്താൻ പോലും കഴിഞ്ഞ തവണ 40,000-ലധികം വോട്ട് കിട്ടിയ സംസ്ഥാനം ഭരിക്കുന്ന ഒരു മുന്നണിയുടെ സ്ഥാനാർത്ഥിക്ക് ഇത്തവണ സാധിച്ചു.
മതേതര മഞ്ചേശ്വരം വർഗീയതയ്ക്കെതിരെ വലിയ ഭൂരിപക്ഷത്തിലൂടെ BJPയെ മലർത്തിയടിച്ചിരിക്കുകയാണെന്ന് UDF സ്ഥാനാർത്ഥി AKM അഷ്റഫ്. വിജയം മഞ്ചേശ്വരത്തെ വോട്ടർമാർക്ക് സമർപ്പിക്കുന്നുവെന്നും AKM. കേരളം മുഴുവനും വലിയ ചർച്ച ചെയ്യപ്പെട്ട ഒരു മണ്ഡലമാണ് കേരളത്തിൻ്റെ അതിർത്തിയിലെ മഞ്ചേശ്വരം മണ്ഡലം. നോമിനേഷൻ കൊടുക്കുമ്പോൾ ചർച്ച, ഓരോ ദിവസവും കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ മഞ്ചേശ്വരം ശ്രദ്ധാകേന്ദ്രമായിരുന്നു. 2026 ഇലക്ഷനിൽ മാത്രമല്ല, 21-ലും അതിനു മുമ്പുള്ള ഒരുപാട് ഇലക്ഷനുകളിലൊക്കെ മഞ്ചേശ്വരം ചർച്ച ചെയ്യപ്പെട്ട ഒരു മണ്ഡലമാണ്. പ്രധാനപ്പെട്ട ഒരു കാര്യം, കേരളത്തിൽ BJPക്ക് അക്കൗണ്ട് തുറക്കാൻ സാധ്യതയുള്ള ഒരു മണ്ഡലമെന്നാണ് കഴിഞ്ഞ കാൽനൂറ്റാണ്ട് കാലമായി കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ മഞ്ചേശ്വരത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. അത് ശരിവെക്കുന്ന രീതിയിൽ 2016-ൽ 89, 2021-ൽ 745, സ്വാഭാവികമായും അതേ കാൻഡിഡേറ്റ് പ്രാവശ്യം ചെറിയ മാർജിനിൽ തോറ്റൊരു മണ്ഡലത്തിൽ BJP ജയിക്കുമെന്നുള്ള പ്രചരണമായിരുന്നു. ഞാൻ തെരഞ്ഞെടുപ്പിൻ്റെ കാൻഡിഡേറ്റായി പ്രഖ്യാപിച്ച നിമിഷം മുതൽ നോമിനേഷൻ കൊടുക്കുന്ന ഘട്ടങ്ങളിലൊക്കെ കേരളത്തിൻ്റെ മീഡിയകൾക്ക് മുമ്പിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. 2001 ഞങ്ങൾ മറികടക്കും. 2001-ലാണ് CK പത്മനാഭനെ 13,000-ലധികം വോട്ടുകൾക്ക് മഞ്ചേശ്വരത്തെ ജനങ്ങൾ തോൽപ്പിച്ചത്. അതിനേക്കാളും ഒരു വോട്ട് കൂടുതൽ നേടി കേരളീയർക്ക് അതിർത്തിയിലെ മഞ്ചേശ്വരം മണ്ഡലത്തിൻ്റെ മതേതര സന്ദേശം ഞങ്ങൾ മെയ് 4-ാം തീയതി നൽകുമെന്ന് ഞാൻ ഉറപ്പ് നൽകിയിരുന്നു. ഞാൻ ഈ സന്ദർഭത്തിൽ വളരെ സന്തോഷത്തോടു കൂടി കേരളം UDFൻ്റെ ഒരു തരംഗത്തിലൂടെ കേരളം അധികാരത്തിൽ വരുമ്പോൾ ഒരിക്കൽ കൂടി മതേതര മഞ്ചേശ്വരം വർഗീയതയ്ക്കെതിരെ 30,000-ഓളം വരുന്ന ഏറ്റവും മികച്ച ഒരു മാർജിനോടുകൂടി BJPയെ മലർത്തിയടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ വിജയം എൻ്റെ മഞ്ചേശ്വരത്തെ, മതേതരത്വത്തെ നെഞ്ചോട് ചേർത്ത് വെച്ച് സ്നേഹിക്കുന്ന എൻ്റെ മഞ്ചേശ്വരത്തെ പ്രിയപ്പെട്ട മണ്ഡലത്തിലെ ജനങ്ങൾക്ക് സമർപ്പിക്കുകയാണ്. തീർച്ചയായും ഇത് കേരളത്തിന് ഏറ്റവും സന്തോഷകരമായി, എല്ലാ കാലത്തും ചെറിയ മാർജിനിൽ BJP ജയിക്കുമെന്ന് പ്രതീക്ഷ വെക്കുന്ന മണ്ഡലത്തിൽ ഇനി ഒരു കാലത്തും നിങ്ങൾ ഈ ഭാഗത്തേക്ക് വരണ്ട, മഞ്ചേശ്വരത്ത് നിങ്ങൾക്ക് വഴങ്ങില്ല, ഇവിടെ വർഗീയത വിജയിക്കില്ല എന്നുള്ളൊരു മെസ്സേജ് ശക്തമായി മഞ്ചേശ്വരത്തെ ജനങ്ങൾ നൽകിയിരിക്കുകയാണ്. 6 പതിറ്റാണ്ട് കാലം CPM മാത്രം ജയിച്ചു വന്ന തൃക്കരിപ്പൂർ അസംബ്ലി മണ്ഡലത്തിൽ അട്ടിമറി വിജയമാണ് UDFന്റെ കരുത്തനായ നേതാവ് സന്ദീപ് വാര്യർ നേടിയത്. വോട്ടെണ്ണലിന്റെ പല റൗണ്ടിലുമുണ്ടായ ആകാംക്ഷയ്ക്കൊടുവിലാണ് KPCC വക്താവ് കൂടിയായ സന്ദീപ് വാര്യർ 4,431 വോട്ടിന്റെ ഭൂരിപക്ഷം സ്വന്തമാക്കിയത്. LDFന്റെ ഉറച്ച കോട്ടകൾ UDF ഒന്നൊന്നായി തകർത്തെറിഞ്ഞ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃക്കരിപ്പൂരിൽ UDF സ്ഥാനാർത്ഥി സന്ദീപ് വാര്യർ നേടിയത് ജനങ്ങളുടെ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണമായി. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ മുക്കിലും മൂലയിലും കയറിയിറങ്ങി ജനങ്ങളെ നേരിൽ കണ്ട സന്ദീപ് ഒടുവിൽ തൃക്കരിപ്പൂരിന്റെ ചരിത്രം മാറ്റിയെഴുതുകയായിരുന്നു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ LDF സ്ഥാനാർത്ഥി VPP മുസ്തഫയെയാണ് സന്ദീപ് വാര്യർ അടിയറവ് പറയിച്ചത്. കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിലെ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ രാവിലെ വോട്ടെണ്ണൽ ആരംഭിച്ചതു മുതൽ LDF UDF സ്ഥാനാർത്ഥികളുടെ ലീഡ് മാറിയും മറിഞ്ഞും വന്നു. ആദ്യം നീലേശ്വരം നഗരസഭയിലെ ബൂത്തുകളടക്കമുള്ള റൗണ്ടുകളിലെ വോട്ടെണ്ണൽ പൂർത്തിയായപ്പോൾ തന്നെ മണ്ഡലത്തിന്റെ മനസ്സ് UDFനൊപ്പമാണെന്ന് തെളിഞ്ഞിരുന്നു. തുടർന്ന് കയ്യൂർ ചീമേനി പഞ്ചായത്തിലും വോട്ട് കൂടിയപ്പോൾ അതൊരു സൂചന തന്നെയായിരുന്നു. എന്നാൽ ഉച്ചകഴിഞ്ഞ് 12-ാം റൗണ്ട് പൂർത്തിയാക്കിയപ്പോൾ UDF സ്ഥാനാർത്ഥി സന്ദീപ് വാര്യർ സ്ഥിരമായ ലീഡുറപ്പിച്ച് ഒടുവിലായി തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ ബൂത്തുകളിലെ വോട്ടുകൾ എണ്ണിയപ്പോഴാണ് 4,000-ൽ പരം വോട്ടുകൾക്ക് സന്ദീപ് വാര്യർ ചരിത്ര വിജയം ഉറപ്പിച്ചത്. തൃക്കരിപ്പൂരിലെ ജനപ്രതിനിധിയായി തെരഞ്ഞെടുത്ത വോട്ടർമാർക്ക് സന്ദീപ് വാര്യർ നന്ദി പറഞ്ഞു. തൃക്കരിപ്പൂർ ടൗണിൽ സന്ദീപ് വാര്യർ എത്തിയതോടെ തടിച്ചുകൂടിയ ആയിരങ്ങൾ ആവേശമുദ്രാവാക്യം മുഴക്കി സ്വീകരിച്ചു. തന്നെ കാണാൻ വോട്ടർമാർക്ക് ശുപാർശ കത്തിന്റെ ആവശ്യമുണ്ടാവില്ലെന്ന് സന്ദീപ് വാര്യർ പറഞ്ഞു. മണ്ഡലത്തിന്റെ വികസന മുരടിപ്പിനെതിരെയാണ് ജനങ്ങൾ വിധിയെഴുതിയത്. രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരെയും ഒന്നിച്ചു ചേർത്തുള്ള പ്രവർത്തനമായിരിക്കും തന്റേതെന്നും അദ്ദേഹം പറഞ്ഞു. UDFന്റെ ഭാഗമായി ജില്ല തനിക്കൊരു ഇരിപ്പിടം നൽകിയതിൽ UDFനോടും തൃക്കരിപ്പൂരിലെ ജനങ്ങളോടും നന്ദിയുണ്ടെന്നും സന്ദീപ് പറഞ്ഞു. തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന സ്വീകരണ യോഗത്തിൽ നിയുക്ത MLA സന്ദീപ് വാര്യർ, UDFന്റെ തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹികളായ AGC ബഷീർ, അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, P കുഞ്ഞിക്കണ്ണൻ തുടങ്ങിയ നേതാക്കൾ സംസാരിച്ചു. UDF ഘടകകക്ഷികളുടെ ജില്ലാ, മണ്ഡലം, പഞ്ചായത്ത്, മുനിസിപ്പൽ തല നേതാക്കളും
ജനപ്രതിനിധികളും ടൗണിലെ സ്വീകരണത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിൽ ചരിത്ര വിജയം കുറിച്ച് റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ വിജയിച്ച UDF സ്ഥാനാർത്ഥി AK അഷ്റഫിന്റെ വിജയാഘോഷം ആവേശം നിറയ്ക്കുന്നതായി. മഞ്ചേശ്വരത്ത് നിന്നാരംഭിച്ച് ഉപ്പള വഴി തുമിനാട് വരെ നീണ്ട വിജയയാത്രയിൽ നൂറുകണക്കിന് പ്രവർത്തകരും അനുഭാവികളും പങ്കെടുത്തു. മഞ്ചേശ്വരത്തിന്റെ മണ്ണിൽ BJPക്ക് സ്ഥാനമില്ലെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്നതായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് UDF പ്രവർത്തകർ പറഞ്ഞു. കഠിനാധ്വാനത്തിലൂടെയും ജനകീയ ഇടപെടലുകളിലൂടെയും നേടിയ ഈ ഉജ്ജ്വല വിജയം AK അഷ്റഫിന് മന്ത്രിസ്ഥാനം അർഹതപ്പെട്ടതാണെന്ന ചർച്ചകൾക്കും വഴി തുറന്നിട്ടുണ്ട്. വാദ്യമേളങ്ങളുടെയും മുദ്രാവാക്യങ്ങളുടെയും അകമ്പടിയോടെ നടന്ന പ്രകടനത്തിൽ മധുരം വിതരണം ചെയ്താണ് പ്രവർത്തകർ വിജയം ആഘോഷിച്ചത്. ഇത് കേവലം ഒരു വ്യക്തിയുടെ വിജയമല്ല, മറിച്ച് മഞ്ചേശ്വരത്തെ ജനങ്ങൾ UDFൽ അർപ്പിച്ച സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും വിജയമാണെന്ന് ചടങ്ങിൽ പങ്കെടുത്ത പ്രമുഖ നേതാക്കൾ അഭിപ്രായപ്പെട്ടു. UDFന്റെ മുതിർന്ന നേതാക്കളും ആയിരക്കണക്കിന് പൊതുജനങ്ങളും ആഘോഷ പരിപാടികളിൽ അണിനിരന്നു. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള ഗ്യാസ് സിലിണ്ടറിന് വില വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കുമ്പള യൂണിറ്റ് കമ്മിറ്റി കുമ്പളയിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി. കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ബിജു ചുള്ളിക്കര ഉദ്ഘാടനം ചെയ്തു. സിലിണ്ടറിന്റെ അമിതവില വർധനവ് ഹോട്ടൽ ഭക്ഷണങ്ങൾക്ക് വില കൂട്ടേണ്ട സാഹചര്യമാണുള്ളതെന്നും കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് ഹോട്ടലുകൾ അടച്ചിടുന്നതുൾപ്പെടെയുള്ള സമരപരിപാടികൾ ആവിഷ്കരിക്കുമെന്നും KHRA കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ബിജു ചുള്ളിക്കര പറഞ്ഞു. കുമ്പളയിൽ സംഘടിപ്പിച്ച പന്തം കൊളുത്തി പ്രകടന പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്തപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ചത് ഹോട്ടൽ മേഖലയിലെ വ്യാപാരികളാണ്. അവർ ഗ്യാസ് കിട്ടുന്നതിന് വേണ്ടി കിലോമീറ്ററുകളോളം വാടകയ്ക്ക് വണ്ടിയാക്കി ഓരോ ഗ്യാസ് ഏജൻസിയുടെ വാദത്തിൽ പോയി നിന്ന് ഓരോരുത്തരും കസ്റ്റമറായി മാറി ഗ്യാസ് നേടിയെടുത്തപ്പോൾ ആ വേല കൊണ്ട തട്ടിപ്പ് വിഫലമായിരിക്കുകയാണ്. 1000 രൂപ ഒറ്റയടിക്ക് ഗ്യാസിന് വില കൂട്ടി എങ്ങനെയാണ് ഞങ്ങൾ ഗ്യാസ് എടുക്കുന്നത്? എങ്ങനെയാണ് ഞങ്ങൾ വ്യാപാരം നടത്തുന്നത്? ഒരു ഹോട്ടലിനെ സംബന്ധിച്ച് ഒരു കുടുംബം മാത്രമല്ല, അവിടെയുള്ള 10-25 കുടുംബങ്ങളും ഈ ഒരു ഹോട്ടലിനെ ആശ്രയിച്ചാണ് മുന്നോട്ട് നീങ്ങുന്നത്. ഞങ്ങൾക്ക് നീതി നേടണം, ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ച ഗ്യാസിന്റെ വില കുറയ്ക്കണം. സംസ്ഥാന വ്യാപകമായി മെയ് 6-ന് 24 മണിക്കൂർ കടയടച്ചുകൊണ്ടുള്ള ഒരു സമര പരിപാടിയാണ് സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്തിരിക്കുന്നത്. പ്രിയപ്പെട്ട കുമ്പളം നിവാസികളെ, നിങ്ങൾ ഞങ്ങളോട് സഹകരിക്കണം. അന്നം വിളമ്പുന്ന നിങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം തരാതിരിക്കുമ്പോൾ അതിൻ്റെതായ വിഷമമുണ്ട്. കാരണം നിങ്ങൾക്ക് അന്നം വിളമ്പുമ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് അന്നം വിളമ്പി തരുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തിലെ അന്നമാണ് നിന്ന് പോകുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഞങ്ങളുടെ കടയിലെ തൊഴിലാളികളുടെ കുടുംബത്തിലെ അന്നമാണ് നിന്ന് പോകുന്നത്. അതുകൊണ്ട് ഈ വൈകിയ വേളയിൽ ഇത്രയും ആളുകൾ ഈ കുമ്പളയില് ഈ ടൗൺ സർക്കിളിന് മുമ്പിൽ സംഗമിച്ച് നിൽക്കണമെങ്കിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട്, എത്രത്തോളം ഗൗരവമുണ്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഞായറാഴ്ചയായിട്ട് പോലും ഇത്രയേറെ ഹോട്ടൽ വ്യാപാരികൾ ഇവിടെ തടിച്ചു കൂടിയെങ്കിൽ ഇതൊരു സൂചനയായിട്ട് നിങ്ങൾ കാണണം. ഈ സൂചന കണ്ട് പഠിച്ചില്ലെങ്കിൽ കേരളമാകെ സ്തംഭിപ്പിക്കാൻ കഴിവുള്ള ഒരു സംഘടനയാണ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ജില്ലാ ട്രഷറർ ഗസാലി സംഘടനാ സന്ദേശം നൽകി. മെയ് 6-ന് കേരളത്തിലുള്ള എല്ലാ ഹോട്ടൽ, ബേക്കറി, തട്ടുകടകൾ അടഞ്ഞുകിടക്കുമെന്നും എല്ലാവരും സമരത്തിൽ പങ്കാളികളാകണമെന്നും അസോസിയേഷൻ ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു. KHRA കുമ്പള യൂണിറ്റ് കമ്മിറ്റി പ്രസിഡന്റ് സിദ്ദിഖ് മുബാറക്, സെക്രട്ടറി സവാദ് താജ്, ട്രഷറർ ചരൺ കുമാർ, ജോയിന്റ് സെക്രട്ടറിമാരായ അർഫാത്ത് ക്യൂബ, മുനീർ സ്റ്റാർ, ഉപദേശ സമിതി ചെയർമാൻ N അബ്ദുള്ള താജ്, മമ്മു മുബാറക്, വെങ്കിടേശ്വര ഹബ്ബാർ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വാണിജ്യ സിലിണ്ടറുകളുടെ വില കുത്തനെ കൂട്ടി ഹോട്ടൽ മേഖലയെ തകർക്കുന്നത് കേന്ദ്ര സർക്കാർ നയങ്ങളെന്ന ആരോപണം. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. മെയ് 6 നടക്കുന്ന കടയടപ്പ്
വാണിജ്യ സിലിണ്ടറുകളുടെ വില കുത്തനെ കൂട്ടി ഹോട്ടൽ മേഖലയെ തകർക്കുന്ന കേന്ദ്ര സർക്കാർ നയത്തിനെതിരെ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. സിലിണ്ടർ ഒന്നിന് ഒറ്റയടിക്ക് 993 രൂപ വർദ്ധിപ്പിച്ച നടപടിയിൽ പ്രതിഷേധിച്ച് നഗരത്തിൽ നടന്ന മാർച്ചിൽ നിരവധി ഹോട്ടൽ ഉടമകളും തൊഴിലാളികളും അണിനിരന്നു. അശാസ്ത്രീയമായ ഈ വിലവർദ്ധനവ് പിൻവലിക്കുക, ഹോട്ടൽ മേഖലയെ സംരക്ഷിക്കാൻ സർക്കാർ സബ്സിഡികൾ അനുവദിക്കുക എന്നിവയാണ് പ്രധാന ആവശ്യങ്ങൾ. 6-ാം തീയതി സംസ്ഥാന വ്യാപകമായി ഹോട്ടൽ ഉടമകൾ അടച്ചിട്ട് പണിമുടക്കാൻ KHRA സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇതിന് മുന്നോടിയായാണ് യൂണിറ്റ് തലത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ജില്ലാ സെക്രട്ടറി ബിജു ചുള്ളിക്കര പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. ഞങ്ങളുടെ എല്ലാം മുതുകത്തും ഞങ്ങളുടെ ഹൃദയത്തിന് ഉള്ളിലേറ്റ ഒരു ആഘാതമായിരുന്നു ഈ 993 രൂപ. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി 3200 രൂപയോളം ഒരു ഗ്യാസിന് വില വർദ്ധിപ്പിച്ച സർക്കാരിനുള്ള ബഹുമതി കേന്ദ്ര സർക്കാർ ലഭിച്ചിരിക്കുകയാണ്. ഇതിൽ നിങ്ങൾ അഭിമാനിക്കേണ്ട. ഞങ്ങൾ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഹോട്ടലുകാർ ലക്ഷക്കണക്കിന് തൊഴിലാളികൾക്ക് അവരെ കുടുംബങ്ങളെ തീറ്റിപ്പോറ്റി മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണ് ഹോട്ടൽ അസോസിയേഷൻ. ഞങ്ങൾക്ക് പിടിച്ചു നിൽക്കണം, ഞങ്ങളുടെ കുടുംബത്തിനും പിടിച്ചു നിൽക്കണം. അതിനൊരു അവസരം ഉണ്ടാക്കി തന്നില്ലെങ്കിൽ ഈ ഒരു സൂചനാ പണിമുടക്ക് സമരം 6-ാം തീയതി നടത്തുന്ന ഒരു സൂചനയെ മാത്രമായി നിങ്ങൾ കാണണം. ഞങ്ങളൊന്ന് ഒരുമിച്ചിറങ്ങിയാൽ കേരളം നിശ്ചലമായി പോകും. 6-ാം തീയതി 24 മണിക്കൂർ നേരം കേരളത്തിലെ ഓരോ ഹോട്ടലുകളും പ്രിയപ്പെട്ട നാട്ടുകാരെ, നിങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടല്ല ഞങ്ങൾ യൂണിറ്റ് സെക്രട്ടറി M ഗംഗാധരൻ സ്വാഗതം പറഞ്ഞു. C ശിശുപാൽ, ഗുട്ടപ്പണ്ണ, രാജേന്ദ്ര പൈ, ഹരി ചൈത്രം, അലി ബിസ്മില്ല, ഗോപികൃഷ്ണൻ, സുധീഷ് സൂര്യ, സിദ്ദീഖ് മലബാർ, അബ്ദുള്ള എലൈറ്റ്, നദീഷ് ഒറിയാനോ, N ചന്ദ്രൻ, OT കരീം എന്നിവർ സംസാരിച്ചു. ഹമീദ് കുളിയങ്കാൽ നന്ദിയർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ലക്ഷം ദീപം പ്രഭയിൽ തിളങ്ങി മടിയൻകൂലം. മടിയൻകൂലം ക്ഷേത്രപാലക ക്ഷേത്ര നവീകരണ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തോടനുബന്ധിച്ച് നടത്തിയ ലക്ഷം ദീപം സമർപ്പണത്തിൽ പങ്കാളികളായി ആയിരങ്ങൾ. ദാരുശില്പങ്ങളാലും കൊത്തുപണികളാലും ഐതിഹ്യ സമ്പന്നതയാലും പ്രസിദ്ധമായ ഉത്തര കേരളത്തിലെ അതിപുരാതന ക്ഷേത്രമായ ശ്രീ മടിയൻകൂലം ക്ഷേത്രപാലക ക്ഷേത്രത്തിൽ ഏപ്രിൽ 17 മുതൽ 23 വരെ നടന്ന നവീകരണ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ ലക്ഷം ദീപ സമർപ്പണം നടത്തി. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ആയിരങ്ങളാണ് ലക്ഷം ദീപ സമർപ്പണത്തിൽ പങ്കാളികളായത്. ശ്രീകോവിലിൽ നിന്നും കൊളുത്തിയ ദീപത്തിൽ നിന്ന് തന്ത്രി ബ്രഹ്മശ്രീ ശ്രീധരൻ വാരിക്കാട്ട് തായർ ലക്ഷം ദീപ സമർപ്പണത്തിന്റെ ആദ്യ ദീപം കൊളുത്തി. ക്ഷേത്രം മേൽശാന്തി തെക്കില്ലത്ത് മാധവൻ നമ്പൂതിരി, വിവിധ ക്ഷേത്രങ്ങളിലെ ആചാരസ്ഥാനികർ, ട്രസ്റ്റി ചെയർമാൻ VM ജയദേവൻ, നവീകരണ കമ്മിറ്റി ഭാരവാഹികൾ, ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ, മാതൃസമിതി അംഗങ്ങൾ, വിവിധ ക്ഷേത്രങ്ങളിലെ ഭാരവാഹികൾ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ചടങ്ങ് നടന്നത്. തന്ത്രി കൊളുത്തിയ ദീപത്തിൽ നിന്നും മാതൃസമിതിയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ 2000-ഓളം കോത്തിരികളിൽ ദീപം പകർന്നുകൊണ്ട് ലക്ഷം ദീപ സമർപ്പണത്തിനെത്തിയ ഭക്തജനങ്ങളിലേക്ക് എത്തിച്ചു. തുടർന്ന് മേലറയാൽ തറ, നാഗസ്ഥാനം, ക്ഷേത്ര നടവഴി, പടിഞ്ഞാറേ ഗോപുരം, പടിക്കെട്ട്, ക്ഷേത്ര തിരുമുറ്റം, ക്ഷേത്രപാലകൻ കളരാത്രിയമ്മ, മാഞ്ഞാളിയമ്മ, പെരട്ടൂർ ഭഗവതി എന്നിവയുടെ ശ്രീകോവിലുകളുടെ പുറംഭാഗം, കലശത്തറ, ക്ഷേത്ര അകത്തളം എന്നിവ ദൈവങ്ങളാൽ തെളിഞ്ഞ് കണ്ണിന് നയനചാരുത പകർന്നു. ക്ഷേത്രത്തിന് അകത്ത് തീർത്ത ഗണപതിയുടെ രൂപത്തിൽ തീർത്ത ദീപാലങ്കാരവും മറ്റ് വിവിധ രൂപങ്ങളും ഏവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി. ക്ഷേത്ര പരിസരത്ത് നിന്നും നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും നിരവധി ഭക്തജനങ്ങൾ ലക്ഷം ദീപ സമർപ്പണത്തിൽ പങ്കാളികളാകുന്നതിനും ദീപാലങ്കാരങ്ങളുടെ വിസ്മയചാരുത കൺകുളിർക്കെ കാണുന്നതിനും മടിയൻകൂലം ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേർന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് മർച്ചന്റ്സ് അസോസിയേഷൻ കുടുംബസംഗമം പടന്നക്കാട് ബേക്കൽ ക്ലബ്ബിൽ സംഘടിപ്പിച്ചു. പരിപാടി സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി ഉദ്ഘാടനം ചെയ്തു. കാഞ്ഞങ്ങാട് മർച്ചന്റ്സ് അസോസിയേഷൻ കുടുംബസംഗമം പടന്നക്കാട് ബേക്കൽ ക്ലബ്ബിൽ സംഘടിപ്പിച്ചു. പരിപാടി സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി ഉദ്ഘാടനം ചെയ്തു. കുടുംബസംഗമത്തിൽ നിങ്ങളോടൊപ്പമായിരിക്കാൻ സാധിച്ചതിൽ
വളരെയേറെ സന്തോഷമുണ്ട്. ഈ സംഗമത്തിലേക്ക് എന്നെ ക്ഷണിച്ച ഇതിൻ്റെ സംഘാടകരോട് ആദ്യമായി നന്ദി പറയുകയാണ്. നിങ്ങളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത് ഒരു പ്രസംഗം കേൾക്കാനല്ല എന്നെനിക്ക് ഉത്തമമായ ബോധ്യമുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ, കുടുംബാംഗങ്ങളുടെ, കുടുംബിനികളുടെ, കലാകാരന്മാരുടെ കലകൾ കണ്ടാസ്വദിക്കാൻ, ഡാൻസും പാട്ടും കേട്ട് ആസ്വദിക്കാൻ പ്രസിഡന്റ് CK ആസിഫ് അധ്യക്ഷത വഹിച്ചു. സിനിമ ആൻഡ് കാരിക്കേച്ചർ താരം ജയരാജ് വാര്യർ വിശിഷ്ടാതിഥിയായി. ജില്ലാ പ്രസിഡന്റ് K അഹമ്മദ് ഷെരീഫ് മുഖ്യാതിഥിയായി. ചടങ്ങിൽ സോഷ്യൽ സെക്യൂരിറ്റി സ്കീം ധനസഹായ വിതരണവും വ്യാപാരി സുരക്ഷാ ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് വിതരണവും ഫാമിലി മീറ്റിനോടനുബന്ധിച്ച് നടന്ന മത്സരാർത്ഥിക്കുള്ള സമ്മാനദാനവും നിർവഹിച്ചു. KJ സജി, മാഹിൻ കോളിക്കര, ഹംസ പാലക്കി, P മഹേഷ്, ഷെരീഫ് കമ്മാടം, ശോഭന ബാലകൃഷ്ണൻ, KV സുരേഷ്, VK ഉണ്ണികൃഷ്ണൻ, മുഹമ്മദ് അഷ്റഫ്, രഞ്ജിത്ത് കൊളവയൽ, ശ്രീജ മോഹൻ, പ്രസന്ന ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ജനറൽ സെക്രട്ടറി ഐശ്വര്യകുമാരൻ സ്വാഗതവും ആസിഫ് മെട്രോ നന്ദിയും പറഞ്ഞു. തുടർന്ന് വ്യാപാരികളും കുടുംബാംഗങ്ങളും വനിതാ വിങ്ങും വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മടിക്കൈ ആലമ്പാടി AV കുഞ്ഞമ്പു സ്മാരക ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് 38ാം വാർഷികാഘോഷവും സൗജന്യ തിമിരരോഗ നിർണയ ക്യാമ്പും നടത്തി. മടിക്കൈ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മടിക്കൈ ആലമ്പാടി AV കുഞ്ഞമ്പു സ്മാരക ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് 38ാം വാർഷികാഘോഷവും സൗജന്യ തിമിരരോഗ നിർണയ ക്യാമ്പും നടന്നു. ദ പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ, റോട്ടറി ക്ലബ്ബ് മിഡ് ടൗൺ പയ്യന്നൂർ, മടിക്കൈ ഗ്രാമപഞ്ചായത്ത്, AVS ആലമ്പാടി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് തിമിരമുക്ത മടിക്കൈ പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്നതിന്റെ ഭാഗമായി സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പും തിമിരരോഗ നിർണയ ക്യാമ്പും സംഘടിപ്പിച്ചത്. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. AVS സ്മാരക ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് അതിന്റെ 38ാം വാർഷികത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നമ്മുടെ നാടിനകത്ത് ഒട്ടനവധി ഇതുപോലുള്ള കലാ സാംസ്കാരിക സംഘടനകളുടെ വാർഷികവും അതുപോലത്തെ മെഡിക്കൽ ക്യാമ്പുകളും നടന്നു വരികയാണ്. നമ്മുടെ നാടിനകത്ത് നമുക്ക് അറിയാം, പല ജീവിതശൈലി രോഗങ്ങൾക്ക് അടിമപ്പെട്ട് വിഷമിച്ച് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ഇതുപോലുള്ള മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാടിനകത്ത് ഒരു കാലത്ത് ദാരിദ്ര്യം ഉണ്ടാകുമ്പോൾ രോഗം ഇത്രക്ക് ആൾക്കാരെ പിടിപെട്ടിട്ടില്ല. പക്ഷെ ദാരിദ്ര്യം കുറഞ്ഞു വരുമ്പോഴാണ് നമ്മൾ പല പുതിയ ശൈലിയിലേക്ക് നമ്മുടെ ജീവിതം മാറിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പുതിയ രോഗങ്ങൾ നമ്മളെ അതിഥിയായി നമ്മളെ ശരീരത്തിലേക്ക് കടന്നു വരുന്നത്. മടിക്കൈ ഗവൺമെന്റ് ആയുർവേദ ഹോസ്പിറ്റലിലെ സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ തൃഷ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. KV ബാലൻ അധ്യക്ഷത വഹിച്ചു. ശിവചന്ദ്രൻ, രാമചന്ദ്രൻ കാരളി എന്നിവർ സംസാരിച്ചു. EV ശ്രീജിത്ത് സ്വാഗതം പറഞ്ഞു. ജനാർദ്ദനൻ K നന്ദി അർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികൾ അരങ്ങേറി. രാത്രി 8 മണിക്ക് നടന്ന സാംസ്കാരിക സമ്മേളനം CPM ജില്ലാ കമ്മിറ്റി അംഗം C പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. സാംസ്കാരിക രംഗത്ത് ആളുകളെ വളർത്തിക്കൊണ്ടുവരാനും നാട്ടിൻപുറത്തുള്ള സാധാരണക്കാരായ ആളുകളെ കലാ സാംസ്കാരിക രംഗത്തേക്ക് ഉയർത്തിക്കൊണ്ടുവരാനും വേണ്ടി പറ്റുന്ന രീതിയിലുള്ള ഒട്ടനവധി വൈവിധ്യമേറിയ പ്രവർത്തനങ്ങളാണ് AV കുഞ്ഞമ്പു സ്മാരക ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, അക്കാദമിക് രംഗത്ത് ഏറ്റവും നന്നായി പഠിക്കുന്ന കുട്ടികളെ ആദരിക്കുന്ന ചടങ്ങ് കഴിഞ്ഞ പ്രാവശ്യം വരുന്നതാണ്. അതുപോലെ തന്നെ ഏത് മേഖലയിലാണോ അവർ കൈവച്ചത് ആ മേഖലയിലൊക്കെ തന്നെ മിന്നുന്ന പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ വേണ്ടി അവർക്ക് കഴിഞ്ഞു എന്ന് നമുക്കൊക്കെ തന്നെ കാണാൻ വേണ്ടി കഴിഞ്ഞു. ഇന്ന് രാവിലെ നടത്തിയ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ്, അതുപോലുള്ള സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റവും നന്നായി നടത്തുകയും അതിന് മുഴുവൻ ആളുകളുടെയും പങ്കാളിത്തം കൂടി ഉറപ്പുവരുത്തുന്ന ഒരു സംഘടന എന്ന രീതിയിലാണ് AV ക്ലബ്ബ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഡോക്ടർ P കൃഷ്ണദാസ് സാംസ്കാരിക പ്രഭാഷണം നടത്തി. O കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. M കുഞ്ഞമ്പു, KV ബാലൻ, EV കുഞ്ഞിരാമൻ, രാമചന്ദ്രൻ കാരളി എന്നിവർ സംസാരിച്ചു. K പ്രദീപ് സ്വാഗതവും KV രാജു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ജില്ലയിൽ UDFന് ചരിത്ര വിജയം. CPIMന് സ്വന്തമായി MLA ഇല്ലാതാകുന്നത് ചരിത്രത്തിലാദ്യം.
കാസർഗോഡ് ജില്ലയിൽ വിവിധയിടങ്ങളിൽ UDF വിജയാഹ്ലാദത്തിനിടെ സംഘർഷമുണ്ടായി. BJPയുടെയും CPMന്റെയും പാർട്ടി ഓഫീസുകളും സ്ഥാപനങ്ങളും ആക്രമിച്ചതായി പരാതി. വികസന മുരടിപ്പിനും ദുർഭരണത്തിനുമെതിരെയുള്ള ചരിത്ര വിജയമാണ് കാസർഗോട്ടതെന്ന് DCC പ്രസിഡന്റ് PK ഫൈസൽ. ഇത് UDFന്റെ കൂട്ടായ വിജയമെന്നും PK ഫൈസൽ. കാസർഗോട്ടും മഞ്ചേശ്വരത്തും BJP പരാജയപ്പെടുവാൻ കാരണം UDFന് LDF വോട്ട് മറിച്ചതിനാലാണെന്ന് ML അശ്വിനി. ശക്തമായ പ്രവർത്തനങ്ങളുമായി ജനങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നും ML അശ്വിനി. മഞ്ചേശ്വരത്ത് LDF UDFനെ സഹായിച്ചതാണ് പരാജയത്തിന് കാരണമായതെന്ന് K സുരേന്ദ്രൻ. 20,000-ലധികം വോട്ടുകൾ LDFന് കുറഞ്ഞുവെന്നും K സുരേന്ദ്രൻ. 6 പതിറ്റാണ്ട് കാലം CPM മാത്രം ജയിച്ചുവന്ന തൃക്കരിപ്പൂർ അസംബ്ലി മണ്ഡലത്തിൽ അട്ടിമറി വിജയവുമായി UDF 4,431 വോട്ടിന്റെ ഭൂരിപക്ഷം സ്വന്തമാക്കി സന്ദീപ് വാര്യർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.